സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് നിങ്ങളൊരു നിഗൂഢമായ കാര്യം കഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ രോഗിയാകില്ല. ഗൗതമബുദ്ധൻ എന്തിനാണിങ്ങനെ പറഞ്ഞത്? നമുക്ക് ഇന്നൊരു കഥയിലൂടെ അതറിയാം. സുഹൃത്തുക്കളെ, സൂര്യകിരണങ്ങൾ നമ്മുടെ ഭൂമിയിൽ പതിക്കുമ്പോൾ തന്നെ അന്തരീക്ഷം മുഴുവൻ പ്രകാശപൂരിതമാകുന്നു. പക്ഷികൾ ചിലച്ചു തുടങ്ങുന്നു, വാടിയ പൂക്കൾ വിരിയുന്നു, മൃഗങ്ങൾ സന്തോഷത്തോടെ ഉണരുന്നു, കർഷകർ തങ്ങളുടെ പാടങ്ങളിലേക്ക് ഇറങ്ങുന്നു, അമ്പലങ്ങളിലെ മണികൾ മുഴങ്ങുന്നു, കാറ്റ് വീശുന്നു, വെള്ളം കളകളാരവം മുഴക്കി ഒഴുകുന്നു. ഇതിൽ നിന്നു തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രഭാതസമയം എത്രത്തോളം പ്രധാനമാണെന്ന്. സുഹൃത്തുക്കളെ, സൂര്യോദയത്തിനു മുൻപുള്ള 1 മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ദിവസം മുഴുവൻ മുന്നോട്ടു പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാവിലെ ചെയ്യേണ്ട 5 ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരോഗ്യമുള്ളവരായിരിക്കും. നിങ്ങളുടെ ബുദ്ധി വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. നിങ്ങൾ എപ്പോഴും ചെറുപ്പമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ മികവ് പുലർത്തും. സുഹൃത്തുക്കളെ, ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒട്ടും വൈകിക്കാതെ നമുക്ക് തുടങ്ങാം. ഒരിക്കൽ ആയുർവേദത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരു ഗുരുകാട്ടിൽ ആശ്രമം കെട്ടി ജീവിച്ചിരുന്നു. ആ ആശ്രമത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ശിഷ്യന്മാരും താമസിച്ചിരുന്നു. ഒരു ദിവസം ഗുരു കുളി കഴിഞ്ഞ് തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഗുരുദേവാ, എന്റെ മനസ്സിൽ ഇന്നൊരു ചോദ്യമുയരുന്നു. ദയവായി എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയാലും. ശിഷ്യന്റെ ചോദ്യം കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചോദിക്കൂ, എന്താണ് നിന്റെ ചോദ്യം? അപ്പോൾ ആ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുദേവാ, നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയുന്ന രാവിലെ ശീലിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? കാരണം രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ജീവിതകാലം മുഴുവൻ നമുക്ക് ഗുണം ചെയ്യുക എന്നങ്ങ് പറയാറുണ്ടല്ലോ. ശിഷ്യന്റെ ഈ വാക്കുകൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, എല്ലാവരും എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇവൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. പിന്നീട് ഗുരു ആ ശിഷ്യന്മാരോട് പറയുന്നു, മക്കളെ, ഒരു വീരനായ പോരാളി യുദ്ധത്തിനു പോകും മുൻപ് തന്റെ വാളിന്റെ മൂർച്ച കൂട്ടുന്നതുപോലെ ദിവസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മൂർച്ച കൂട്ടുകയാണെങ്കിൽ ആ ദിവസം മുഴുവനുള്ള പോരാട്ടം വളരെ എളുപ്പമായിത്തീരും. അതുകൊണ്ടാണ് രാവിലെയുള്ള സമയം പ്രധാനമാണെന്ന് പറയുന്നത്. പിന്നീട് ഗുരു ആ ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാവിലെ ചെയ്യേണ്ട 5 ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവ സ്വീകരിച്ചാൽ നിങ്ങൾ ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആരോഗ്യമുള്ളവരായിരിക്കും. തുടർന്ന് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ശരീരം നന്നായി നിവർക്കുക എന്നതാണ്. മക്കളെ, രാത്രി മുഴുവൻ ഉറങ്ങിയ ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം ഒന്ന് നിവർക്കാൻ നമുക്ക് തോന്നാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഇങ്ങനെ ശരീരം നിവർക്കാറുണ്ട്. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ള ശരീരത്തിന്റെ സ്വാഭാവിക വഴിയാണിത്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ രക്തമൊഴുകുമ്പോൾ രക്തത്തിൽ കൂടുതൽ പോഷകങ്ങളുണ്ടാകും. ഇത് നിങ്ങളുടെ ഓരോ അവയവത്തിനും ഗുണം ചെയ്യും. ഇതുമാത്രമല്ല, ശരീരം നിവർക്കുന്നതുകൊണ്ട് വേറെയും ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മടി തോന്നാറുണ്ട്. നമ്മുടെ കണ്ണുകൾ തുറക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ആയുർവേദം പറയുന്നത് ശരീരം നിവർക്കുമ്പോൾ ഇനി ഉണരാനുള്ള സമയമായി എന്ന സന്ദേശം തലച്ചോറിലെത്തുമെന്നാണ്. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ശരീരം നിവർക്കാൻ തുടങ്ങുക. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മടി മാറുന്നതായും എഴുന്നേൽക്കാൻ എളുപ്പമാകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ശരീരം നിവർക്കുമ്പോൾ നമ്മുടെ സന്ധികളിലെ ലൂബ്രിക്കേഷൻ വർദ്ധിക്കുന്നു. ഇത് അവയുടെ വഴക്കം കൂട്ടുന്നു. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ തുടർച്ചയായി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഓഫീസിൽ ജോലി ചെയ്യുകയോ മണിക്കൂറുകളോളം ഇരുന്ന് പപ്പടമുണ്ടാക്കുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായി ഇരുന്ന് ചെയ്യുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുമ്പോൾ നമുക്ക് മടി തോന്നിത്തുടങ്ങും. എന്നാൽ ആ സമയത്ത് നമ്മളൊന്ന് ശരീരം നിവർക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഊർജ്ജം ശരീരത്തിൽ പ്രവേശിച്ചതായി തോന്നുകയും നമ്മുടെ മടി ഓടിപ്പോവുകയും ചെയ്യുന്നു. കാരണം ഈ പ്രവർത്തനം നമ്മുടെ ഊർജ്ജത്തിന്റെ തന്നെ ഭാഗമാണ്. ഇക്കാലത്ത് കുറഞ്ഞ പ്രായത്തിൽ തന്നെ പലർക്കും ഹൃദയാഘാതം വരുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ പലർക്കും ഹൃദയാഘാതം വന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വ്യായാമം അത്യാവശ്യമാണെന്ന് പറയുന്നത്. ശരീരം നിവർക്കുക എന്നത് വ്യായാമത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ശരീരം രാത്രി മുഴുവൻ വിശ്രമാവസ്ഥയിലായിരിക്കും. ആ സമയത്ത് ശരീരത്തിൽ രക്തം പതുക്കെയാണ് ഒഴുകുന്നത്. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ഹൃദയത്തിന് ഒരു ആഘാതം ലഭിക്കുന്നു. പലരും ബാത്റൂമിൽ പോകുമ്പോൾ അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം നിവർത്തി എഴുന്നേൽക്കുന്നവർക്ക് ഹൃദയാഘാതം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. രാവിലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ശരീരം നിവർക്കാം. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാം. കിടക്കയിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ തറയിൽ കിടന്നോ 2 വശത്തേക്കും ശരീരം നിവർത്തണം. ഒരു തവണ വലത്തോട്ടും പിന്നീട് ഇടത്തോട്ടും.
ഇതിനെ മർക്കടാസനം എന്ന് പറയുന്നു. നടുവേദനയ്ക്ക് ഇത് ഏറ്റവും പ്രധാനമാണ്. ഇതിനുശേഷം കിടക്കയിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ മുകളിലേക്ക് ഉയർത്തി ശരീരം നിവർക്കുക. ഇത് ചെയ്താൽ ജീവിതത്തിൽ നടുവേദനയുടെ പ്രശ്നമുണ്ടാവില്ല. ഇതിനുശേഷം തറയിൽ കാലൂന്നി താടാസനം പോലെയും ശരീരം നിവർത്തുക. ഈ ആസനം ബോഡി പോസ്ചർ ശരിയാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം നിവർത്തുന്നത് ശീലമാക്കണം. രാവിലെ ഇതിനായി നിങ്ങൾക്ക് കഷ്ടിച്ച് 30 സെക്കൻഡ് മാത്രമേ വേണ്ടിവരൂ. എന്നാൽ ഇതിൽ നിന്ന് 30-ലധികം ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് ഗുരു രണ്ടാമത്തെ ശീലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എത്രത്തോളം വെള്ളം കുടിക്കാൻ കഴിയുമോ അത്രയും കുടിക്കുക. മക്കളെ, രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറവായിരിക്കുമെന്നാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ദിവസത്തിന്റെ ബാക്കി സമയങ്ങളെ അപേക്ഷിച്ച് മൂത്രത്തിന്റെ നിറം മഞ്ഞയായിരിക്കും, അത് അസിഡിക്കായിരിക്കും. രാവിലെ നമ്മുടെ തലച്ചോറിന് വെള്ളം ആവശ്യമാണ്, നമ്മുടെ ചർമ്മത്തിന് വെള്ളം ആവശ്യമാണ്, ശരീരത്തിലെ ഓരോ അവയവത്തിനും വെള്ളം ആവശ്യമാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ കുറവുണ്ടാകുന്നു. പക്ഷെ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വെള്ളത്തിനു പകരം നമ്മൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു. മക്കളെ, ചായയും കാപ്പിയും രണ്ടും ദോഷകരമാണ്. അതായത് ഇത് ശരീരത്തിൽ നിന്ന് വെള്ളത്തെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയും കാപ്പിയും കുടിക്കുന്നത് നിർത്തുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ചായ കുടിച്ചാൽ നിങ്ങൾക്ക് പ്രായമാകുന്നതിനു മുൻപേ വയസ്സായ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുമ്പോൾ അത് വയറ്റിൽ അസിഡിറ്റി വല്ലാതെ കൂട്ടുന്നു. ഇത് ഗ്യാസും അസിഡിറ്റിയും ഉണ്ടാക്കുന്നു. അതേസമയം രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. മെറ്റബോളിസം കൂടുമ്പോൾ കലോറി വേഗത്തിൽ കത്തുന്നു. അതുകൊണ്ട് വണ്ണം കൂടില്ല, വണ്ണമുള്ളവരുടെ വണ്ണം കുറയുകയും ചെയ്യും. രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നത് ദഹനം വേഗത്തിലാക്കുന്നു. ഇത് വയർ നന്നായി ശുദ്ധിയാക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ സ്വാഭാവികമായി പുറന്തള്ളപ്പെടുന്നു. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഒരു സ്വാഭാവിക തിളക്കം നൽകുന്നു. ഇത് നിങ്ങളുടെ മുടിക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാകില്ല. തലച്ചോറിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നു. രാവിലെ ചായയ്ക്ക് പകരം വെള്ളം കുടിക്കുന്നവരുടെ ഓർമ്മശക്തി വളരെ കൂടും. അവരുടെ ഏകാഗ്രത മികച്ചതായിരിക്കും. അവർ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും. പിന്നീട് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വെള്ളം ഇളം ചൂടാക്കി കുടിക്കുക. അല്ലെങ്കിൽ രാത്രി ചെമ്പുപാത്രത്തിൽ വെള്ളം നിറച്ച് തലയ്ക്കൽ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ആ വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് ആ വെള്ളം ചൂടാക്കിയും കുടിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയും കുടിക്കാം. ഈ സമയത്ത് നിങ്ങൾ പച്ചവെള്ളം മാത്രമേ കുടിക്കാവൂ. അതിൽ നാരങ്ങ, പുതിന, ഇഞ്ചി, ജീരകം എന്നിവയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളെക്കൊണ്ട് എത്രത്തോളം കഴിയുമോ അത്രയും വെള്ളം കുടിക്കുക. 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ് അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വരെ നിങ്ങൾക്ക് കുടിക്കാം. നിങ്ങൾക്ക് മലബന്ധമുണ്ടെങ്കിൽ ഈ വെള്ളം കുത്തിയിരുന്ന് കുടിക്കുക. കാരണം നമ്മൾ കുത്തിയിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം സമ്മർദ്ദത്തോടെ വിഷാംശങ്ങളെ വലിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ പുറന്തള്ളുന്നു. അതുകൊണ്ട് മക്കളെ, രാവിലെ എഴുന്നേറ്റ ഉടനെ ധാരാളം വെള്ളം കുടിക്കുക. കാരണം ഈ ശീലം വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. പിന്നീട് ഗുരു മൂന്നാമത്തെ ശീലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണുകളിൽ വെള്ളം തളിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ കണ്ണുകളാണ്. ഇന്ന് പലരും ദിവസത്തിൽ 10 മുതൽ 12 മണിക്കൂർ വരെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ചിലവഴിക്കുന്നു. ഇതുകാരണം അവരുടെ കണ്ണുകളിലെ ഈർപ്പം നഷ്ടപ്പെടുന്നു. കണ്ണിന് താഴെ കറുത്ത പാടുകൾ വരുന്നു. കണ്ണുകൾ ചുവക്കുന്നു. കണ്ണുകളിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. മാത്രമല്ല, വലിയ പവറുള്ള കണ്ണടകൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ വെക്കേണ്ടിവരുന്നു. ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേയൊരു പരിഹാരമേയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കണ്ണുകളിൽ വെള്ളം തളിക്കുക. പക്ഷെ നിങ്ങൾ ഏത് രീതിയിലാണ് കണ്ണുകളിൽ വെള്ളം തളിക്കേണ്ടത്? ഇത് വളരെ പ്രധാനമാണ്. കണ്ണുകളിൽ വെള്ളം തളിക്കുമ്പോൾ ആദ്യം വായ നിറയെ വെള്ളം നിറച്ചു പിടിക്കണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഇതിന് 2 പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വായയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നന്നായി വിടർന്നിരിക്കും. ഇതിലൂടെ കണ്ണുകളിൽ നന്നായി വെള്ളം തളിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കണ്ണുകൾ മൂക്കും വായയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വായയിൽ വെള്ളം നിറച്ചില്ലെങ്കിൽ കണ്ണിലെ അഴുക്ക് കണ്ണിൽ നിന്ന് വായയിലേക്ക് പോകും. എന്നാൽ നിങ്ങൾ വായയിൽ വെള്ളം നിറച്ചു പിടിച്ചാൽ വായയിൽ ഒരു ലോക്ക് വീഴുന്നു. ഇത് കണ്ണിലെ അഴുക്കുകൾ പുറത്തേക്ക് തന്നെ പോകാൻ സഹായിക്കും. വായ നിറയെ വെള്ളം നിറച്ചുപിടിച്ച് കണ്ണുകളിൽ വെള്ളം തളിക്കുക. അതിനുശേഷം മൂക്ക് വൃത്തിയാക്കുക. എത്രമാത്രം അഴുക്കാണ് പുറത്തു വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. നമ്മുടെ കണ്ണുകൾ മൂക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂക്കിന്റെ സഹായത്തോടെയാണ് അത് വൃത്തിയാകുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ കണ്ണുകൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് 2 ഗുണങ്ങൾ ലഭിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ വൃത്തിയായിരിക്കും. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ചൂടുവെള്ളം കൊണ്ട് കണ്ണുകൾ കഴുകരുത്. തണുത്ത വെള്ളമോ സാധാരണ വെള്ളമോ മാത്രമേ ഉപയോഗിക്കാവൂ. കുറഞ്ഞത് 10 മുതൽ 15 തവണയെങ്കിലും കണ്ണുകളിൽ വെള്ളം തളിക്കുക. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. കണ്ണുകൾക്ക് കുളിർമ കിട്ടുന്നു. കണ്ണിന്റെ നീറ്റൽ മാറുന്നു. ഇതുകാരണം കണ്ണിൽ ഒരിക്കലും അണുബാധയുണ്ടാകില്ല. പിന്നീട് ഗുരു 4ാമത്തെ ശീലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, മക്കളെ, രാവിലെ ദിവസവും ഓയിൽ പുള്ളിങ് ചെയ്യുക. ഇതിനായി വായയിൽ എണ്ണയൊഴിച്ച് ആ എണ്ണ വായയുടെ എല്ലാ ഭാഗത്തേക്കും കറക്കിക്കൊണ്ടിരിക്കണം.
5 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിങ്ങൾക്കിത് ചെയ്യാം. ആയുർവേദത്തിൽ ഇതിനെ ഗണ്ടൂഷം എന്ന് പറയുന്നു. നോക്കൂ, നമ്മൾ എണ്ണയിൽ വെള്ളമൊഴിച്ചാൽ അത് ഒരിക്കലും ലയിക്കില്ല. എന്നാൽ എണ്ണയിൽ എണ്ണയൊഴിച്ചാൽ അത് ലയിച്ചു ചേരും. ഇതുപോലെയാണ് ഓയിൽ പുള്ളിംഗ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വായ്ക്കുള്ളിലെ ബാക്ടീരിയകൾ എണ്ണമയമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വായിൽ എണ്ണ കറക്കുമ്പോൾ ഈ എണ്ണ കീടാണുക്കളെ തന്നിലേക്ക് വലിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മൾ എണ്ണ തുപ്പിക്കളയുമ്പോൾ ആ കീടാണുക്കളും പുറത്തേക്ക് പോകുന്നു. കീടാണുക്കൾ പുറത്തുപോയാൽ വായ്നാറ്റമുണ്ടാകില്ല. വായയിലെ വ്രണങ്ങൾ മാറും. ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല്ലുകൾ വെളുത്തു തിളങ്ങും. പല്ലിന്റെ മഞ്ഞ നിറം മാറും. മോണയിൽ നീരുണ്ടെങ്കിലോ ചുണ്ടുകൾക്ക് കറുപ്പു നിറമുണ്ടെങ്കിലോ ഓയിൽ പുള്ളിംഗ് ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ഇന്ന് ആളുകൾ കെമിക്കൽ അടങ്ങിയ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നു. ഇതുകൊണ്ട് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണുണ്ടാകുക. അതുകൊണ്ട് ഓയിൽ പുള്ളിംഗ് ചെയ്യുക. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർ പരീക്ഷിച്ചറിഞ്ഞ പ്രകൃതിദത്തമായ മൗത്ത് വാഷാണ്. നിങ്ങൾ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ അത് മുഖത്തെ പേശികൾക്ക് വ്യായാമം നൽകുന്നു. ഇത് ചർമ്മത്തിന് തിളക്കം നൽകുന്നു. ആയുർവേദമനുസരിച്ച് ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അന്നപാലത്തിലുള്ള എല്ലാ വിഷാംശങ്ങളെയും ഇത് വലിച്ചെടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. ഓയിൽ പുള്ളിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ കടുകെണ്ണയോ ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, എണ്ണ ശുദ്ധമായിരിക്കണം. നിങ്ങൾക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ടെങ്കിലോ വായ്നാറ്റമുണ്ടെങ്കിലോ എള്ളെണ്ണ ഉപയോഗിക്കുക. മോണയിൽ നിന്ന് ചോര വരുന്നുണ്ടെങ്കിലോ അസിഡിറ്റി ഉണ്ടെങ്കിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നിങ്ങളുടെ നാവ് വെളുത്തിരിക്കുകയോ സൈനസ് പ്രശ്നമുണ്ടെങ്കിലോ കടുകെണ്ണ ഉപയോഗിക്കണം. എണ്ണയിൽ ഒരു തുള്ളി ഗ്രാമ്പൂ എണ്ണ കൂടി ചേർത്ത് ഓയിൽ പുള്ളിംഗ് ചെയ്താൽ പല്ലുവേദനയും പോടും മാറും. പിന്നീട് ഗുരു ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, 1 സ്പൂൺ എണ്ണ വായിലൊഴിച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ വായുടെ എല്ലാ ഭാഗത്തേക്കും കറക്കുക. അതിനുശേഷം ആ എണ്ണ പുറത്തേക്ക് തുപ്പിക്കളയുക. അതിനുശേഷം ബ്രഷ് ചെയ്യുക. ഓയിൽ പുള്ളിംഗ് ചെയ്ത എണ്ണയിൽ നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ കലർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ എണ്ണ പുറത്തേക്ക് തന്നെ തുപ്പണം. അബദ്ധവശാൽ ഒരൽപ്പം ഉള്ളിൽ പോയാലും പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല. ഇതിനുശേഷം ഗുരു 5ാമത്തെ ശീലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, രാവിലെ വെള്ളം കുടിച്ചതിനുശേഷം നിങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന ആദ്യത്തെ കാര്യം അത് നിങ്ങളുടെ ശരീരത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ശരീരം ഉപവാസാവസ്ഥയിലായിരിക്കും. കാരണം രാത്രി മുഴുവൻ നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും അത്യാവശ്യമായി വേണ്ടിവരും. ഈ സമയത്ത് നിങ്ങൾ എന്ത് കഴിക്കുന്നുവോ അത് ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്യും. ആയുർവേദത്തിൽ ദിവസത്തെ ആദ്യത്തെ ഭക്ഷണവും അവസാനത്തെ ഭക്ഷണവും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭക്ഷണം വളരെ ശ്രദ്ധിച്ചു വേണം കഴിക്കാൻ. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ, ഫിറ്റാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ പഴങ്ങൾ കഴിക്കുക. എന്നാൽ നിങ്ങൾക്ക് കരൾ സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ചൂട് കൂടുതലാണെങ്കിൽ, വിയർപ്പ് കൂടുതലുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിങ്ങൾ തണ്ണിമത്തൻ കഴിക്കുക. ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കും. മുടികൊഴിച്ചിലുണ്ടെങ്കിൽ 5 മുതൽ 6 വരെ കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുക. മക്കളെ, നിങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ അതിനുശേഷം 20 മിനിറ്റ് നേരത്തേക്ക് വേറെയൊന്നും കഴിക്കരുത്. 20 മിനിറ്റിന് ശേഷം മാത്രമേ പ്രാതൽ കഴിക്കാവൂ. പ്രാതലിനും ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ. പിന്നീട് ഗുരു ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ഈ ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും.